വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഭാഗമായി ലോജിസ്റ്റിക് വ്യവസായ പാർക്കുകൾ നിർമ്മിക്കാൻ പാട്ടത്തിന് ഭൂമി നൽകുന്നു. ഇതിലൂടെ കണ്ടെയ്നർ ലോജിസ്റ്റിക് വ്യവസായ മേഖലകൾ ശക്തിപ്പെടുകയും കയറ്റുമതിയും ഇറക്കുമതിയും സാധ്യമാവുകയും ചെയ്യും. ഇത് പ്രാവർത്തികമാകുന്നതോടെ വൻതോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. വ്യവസായ വികസനത്തിലൂടെ 10,000 പേർക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. പരോക്ഷ തൊഴിൽ ഇതിന്റെ 10 മടങ്ങുമെന്നാണ് വിലയിരുത്തൽ. നിലവിൽ ലോജിസ്റ്റിക് വ്യവസായ പാർക്കുകൾക്ക് 810 കോടി ചെലവിൽ 230 ഏക്കർ ഭൂമി ഏറ്റെടുക്കാനാണ് പ്ലാൻ. 100-ലേറെ കമ്പനികളും സംരംഭകരും നിക്ഷേപ സന്നദ്ധത അറിയിച്ചു കഴിഞ്ഞു. തുറമുഖാധിഷ്ഠിത വ്യാവസായിക സംരംഭങ്ങൾക്കായി തമിഴ്നാടും ഭൂമി ഏറ്റെടുക്കുന്നുണ്ട്. അതേസമയം ലോജിസ്റ്റിക് കമ്പനികൾക്കാണ് മുൻഗണനയോടെ ഭൂമി അനുവദിക്കുന്നത്. അടുത്ത മുൻഗണന വ്യവസായ പാർക്കുകൾക്കാണ്. ലോകത്തെ 100 തുറമുഖങ്ങളുമായി വിഴിഞ്ഞത്ത് നിന്ന് നേരിട്ട് സർവീസ് നടത്തുന്നതിനാൽ ലോക വിപണി ഇവിടുത്തെ വ്യവസായങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടും. ചൈനയിൽ നിന്നുൾപ്പെടെ അസംസ്കൃത വസ്തുക്കൾ എത്തിച്ച് ഉൽപാദനത്തിനും അസംബ്ലിങ്ങിനും അതിലൂടെ കയറ്റുമതിയും നടക്കും. വ്യവസായ പാർക്കുകളിൽ യുവാക്കൾക്ക് മികച്ച ശമ്പളത്തോടെ അവസരം ലഭിക്കും. സമുദ്രോൽപ്പന്ന കയറ്റുമതിയിലൂടെയും സമുദ്ര വിഭവ വ്യവസായത്തിലൂടെയും സാമ്പത്തിക വളർച്ചയുണ്ടാകും. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, കേന്ദ്ര വെയർഹൌസിംഗ് കോർപ്പറേഷൻ എന്നിവയ്ക്കാണ് ആദ്യമായി ഭൂമി അനുവദിക്കുന്നത്. 2000 കോടിയുടെ വികസന പദ്ധതികളാണ് ഇവരുടേത്. കണ്ടെയ്നർ കോർപ്പറേഷൻ മൾട്ടി മോഡൽ ലോജിസ്റ്റിക് പാർക്കും കണ്ടെയ്നർ സ്റ്റേഷനും സ്ഥാപിക്കും. കേന്ദ്ര വെയർഹൌസിംഗ് കോർപ്പറേഷൻ വെയർഹൌസ് ലോജിസ്റ്റിക്സ് കോംപ്ലക്സും സ്ഥാപിക്കും. അതേസമയം 2 പാർക്കുകളും തുറമുഖത്തു നിന്നുള്ള ചരക്ക് നീക്കത്തിന് അനിവാര്യമാണ്. റെയിൽവേ പാതയോട് ചേർന്നുള്ള 50 ഏക്കർ ഭൂമിയാണ് വെയർഹൌസിംഗ് കോർപ്പറേഷൻ നൽകുന്നത്. കപ്പലുകൾക്ക് ഇന്ധനം നിറയ്ക്കാനുള്ള ബങ്കറിംഗ് സൗകര്യമൊരുക്കാൻ IOCക്ക് 20 ഏക്കർ നൽകും. ലോജിസ്റ്റിക് വ്യവസായ പാർക്കുകൾക്കായി ശരാശരി 10 ഏക്കർ ഭൂമി വീതം നൽകണം. പാട്ടകാലാവധി തുറമുഖ കമ്പനിക്ക് തീരുമാനിക്കാം. മറ്റ് സംസ്ഥാനങ്ങളിൽ 99 വർഷത്തെ പാട്ടമുണ്ട്. കിൻഫ്ര നേരത്തെ 30 വർഷമാക്കിയിരുന്നു. അടുത്തിടെ ഇൻവെസ്റ്റ് കേരളയിൽ കിൻഫ്ര 60 വർഷ പാട്ടം പ്രഖ്യാപിച്ചു. തുറമുഖാധിഷ്ഠിത വ്യവസായങ്ങൾക്ക് ഉയർന്ന പാട്ടകാലാവധി നൽകേണ്ടി വരും.